ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബഡേ മിയാൻ ചോട്ടേ മിയാൻ ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ ബോളിവുഡ് സിനിമകളിൽ ഒന്നാണ്. അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ്, പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ട് വരാനായിട്ടിരിക്കുന്ന സിനിമ ഒരു സാധാരണ ഒരു ബോളിവുഡ് സിനിമയുടെ ട്രെയിലർ കാണുന്ന അതേ ഫീൽ തന്നെയാണ് നൽകുന്നത് എങ്കിൽ പോലും പൃഥ്വിരാജിന്റെ കഥാപാത്രം മാത്രം സിനിമയിൽ ഒരു വ്യത്യസ്തത നൽകുന്നു എന്ന് തന്നെയാണ് ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാകുന്നത്. ഒരു മാസ്ക് ഇട്ട കഥാപാത്രവുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന പൃഥ്വിരാജിനെയാണ് നേരത്തെ ടീസറിലാണെങ്കിലും ഇപ്പോഴത്തെ ട്രെയിലറിലാണെങ്കിലും കാണിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ഡയലോഗ്സ് എല്ലാം തന്നെ ട്രെയിലറിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ആടുജീവിതത്തിന് പിന്നാലെ സിനിമയുടെയും ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ പൃഥ്വിരാജ് പങ്കെടുക്കുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പൃഥ്വിരാജ് ബിസിയാണ് എന്ന് കൂടി വ്യക്തമാകുന്നു. എന്തായാലും സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ ഏപ്രിൽ 10 അറിയാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ പൃഥ്വിരാജിന്റെ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആടുജീവിതം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ബ്ലസി സംവിധാനം ചെയ്യുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും ഒരു ദിവസം മാത്രം ബാക്കി. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മലയാളത്തിന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ പാൻ ഇന്ത്യൻ സിനിമ കൂടിയായ ആടുജീവിതം. സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അതും മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലും സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഹിന്ദി പതിപ്പിന്റെ ബുക്കിംഗ് മാത്രമേ ആരംഭിക്കാനായിട്ടുള്ളൂ. എന്തായാലും സിനിമയ്ക്ക് ഒരു വമ്പൻ റിലീസ് നോർത്ത് ഇന്ത്യൻ സർക്യൂട്ടിൽ ലഭ്യമാകുന്നുവെന്നാണ് ബുക്ക് മൈ ഷോ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ബംഗളൂരുവിൽ മാത്രം ഏകദേശം 300-ലധികം ഷോസ് സിനിമയ്ക്കുണ്ട്. ഒപ്പം തന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മികച്ചൊരു സ്ക്രീൻ കൗണ്ട് സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം പറയാനായിട്ടുള്ളത് തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലാണെങ്കിലും ഫാസ്റ്റ് ഫിലിം ഷോസ് എല്ലാം തന്നെ നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ 2 പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളുടെ ആശംസ കൂടി ആടുജീവിതം നേടിയെടുത്തിരിക്കുകയാണ്. അതിലൊന്ന് സൂര്യയുടേതാണ്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ട് ആടുജീവിതത്തിന് ആശംസ നൽകുന്ന പോസ്റ്റുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതേസമയം ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ അക്ഷയ് കുമാർ ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് പൃഥ്വിരാജിനോട് ചോദിച്ചതും ഒപ്പം തന്നെ പൃഥ്വിരാജിന് ആശംസ നേരുന്നതും ഒപ്പം തന്നെ ട്രെയിലർ കാണാനൊക്കെ ആവശ്യപ്പെടുന്നത് തികച്ചും മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത്യപൂർവ കാഴ്ചയാണെന്ന് നിസ്സംശയം പറയാം. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു പാൻ ഇന്ത്യൻ റീച്ച്, അതായത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് അന്യ നാടുകളിൽ സിനിമ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റിലീസിന് ശേഷം സിനിമ ഒരുപാട് പ്രശംസയും ഒപ്പം തന്നെ പാൻ ഇന്ത്യൻ റീച്ച് എല്ലാം തന്നെ നേടിയെടുക്കട്ടെ എന്നാണ് നാം ആശംസിക്കുന്നത്. അത്രത്തോളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ പ്രയത്നിക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രൊമോഷനിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. കാത്തിരിക്കൂ കൂടുതൽ ആടുജീവിതം വാർത്തകൾ കേട്ടാം.